പല ആളുകളും ഈ ഒരു കോഴ്സിൽ നിന്ന് അകറ്റുന്നത് ഇതിന്റെ 2-3 ലക്ഷം രൂപയൊക്കെ വരുന്ന ട്യൂഷൻ ഫീ ആണ്. ഉയർന്ന ഫീസ് കാരണം ഈ കോഴ്സുകൾ പഠിക്കാനായിട്ട് ബുദ്ധിമുട്ട് നേരിടുന്ന ആളുകളുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളിൽ ചില ആളുകൾക്ക് CA പോലുള്ള കോഴ്സുകൾ ഫ്രീ ആയിട്ട് പഠിക്കാനായിട്ടുള്ള അവസരം നെക്സസ് ഇന്റർനാഷണൽ ഒരുക്കുന്നുണ്ട്. നെക്സസ് ഇന്റർനാഷണലിന്റെ മെഗാ സ്കോളർഷിപ്പ് എക്സാം അറ്റൻഡ് ചെയ്ത് ടോപ്പേഴ്സിന് ഫ്രീ ആയിട്ട് CA ഒക്കെ പഠിക്കാനായിട്ട് പറ്റും. ഇനിയിപ്പോൾ ടോപ്പ് റാങ്ക് കിട്ടിയില്ലെങ്കിൽ കൂടെ ആദ്യത്തെ 50 റാങ്കിൽ വരുന്ന ആളുകൾക്ക് 80% വരെ ഫീസ് ഇളവോടെ ഈ കോഴ്സുകൾ ചെയ്യാവുന്നതാണ്. അതേപോലെ നിങ്ങൾ മെയിൻ എക്സാം ഫെയിൽ ആവുകയാണ് എന്നുണ്ടെങ്കിൽ റീടേക്ക് എക്സാം ഫീയുടെ 50% നെക്സസ് പേ ചെയ്യുന്നതാണ്. ഈ സ്കോളർഷിപ്പ് എക്സാം ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. കൂടുതൽ ഇൻഫർമേഷൻ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും നൽകിയിട്ടുണ്ട്. ഹലോ വ്യൂവേഴ്സ്, ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ആണ്. ലാസ്റ്റ് ടൈം കഴിഞ്ഞ എക്സാം വിൻഡോയിൽ 470 നേടിയിട്ടുള്ള ഒരു സ്റ്റുഡന്റിനെ നമ്മൾ ഇന്ററാക്റ്റീവ് സെഷനിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് ദിസ് ടൈം നമ്മളോടൊപ്പം ഉള്ളത് ഫസാനയാണ്. ഫസാന CMA USA ക്വാളിഫൈഡ് ആണ്. ആൻഡ് ക്വാളിഫിക്കേഷൻ ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഈ വിൻഡോയിൽ 470 മാർക്സ് നേടിയിട്ടാണ് പാർട്ട് 1 ക്ലിയർ ചെയ്തിരിക്കുന്നത്. അത് മാത്രമല്ല, പാർട്ട് 2 ക്ലിയർ ചെയ്തിരിക്കുന്നത് 450 മാർക്സ് നേടിയിട്ടാണ്, വിച്ച് മീൻസ് 920 ഔട്ട് ഓഫ് 1000. 920 മാർക്ക് വാങ്ങിച്ചിട്ട് പാസ്സായിട്ടുള്ള ഒരു സ്റ്റുഡന്റ് ആണ് നമ്മളോടൊപ്പം ഉള്ളത്. അപ്പൊ അതൊരു സ്പെഷ്യൽ അച്ചീവ്മെന്റ് ആണ്. ആദ്യം തന്നെ കൺഗ്രാറ്റുലേഷൻസ് ഫസാന ആൻഡ് വെൽക്കം ടു അവർ സെഷൻ. താങ്ക് യു സർ. ഓക്കെ, അപ്പൊ 920 എന്ന് പറയുന്നത് ഒരു ഫിനോമിനൽ അച്ചീവ്മെന്റ് ആണ്. ആക്ച്വലി വളരെ റെയർ ആയിട്ടേ ആൾക്കാർക്ക് ഇത് കിട്ടാറുള്ളൂ. ഇപ്പം 400 ഇപ്പം ഫ്രീക്വന്റ് മേടിക്കുന്നവരുണ്ട്, ബട്ട് രണ്ട് പാർട്ടിലും 450 എബോ എന്ന് പറയുന്നത് ദാറ്റ്സ് വണ്ടർഫുൾ അച്ചീവ്മെന്റ്. അപ്പൊ അത് തീർച്ചയായിട്ടും ഒരു അഭിനന്ദനം അറിയിക്കുന്ന കാര്യം തന്നെയാണ്. ഒരു സിംഗിൾ വിൻഡോയിലാണ് ഫസാന അറ്റൻഡ് ചെയ്തിരുന്നെങ്കിൽ IMAയുടെ റാങ്ക് ലിസ്റ്റില് റാങ്ക് ഹോൾഡർ ആയിട്ട് ഫസ്റ്റ് റാങ്ക് ഹോൾഡർ ആയിട്ട് വരേണ്ട ആളായിരുന്നു. അപ്പൊ IMAയുടെ നിയമം എന്ന് പറയുന്നത് നമ്മൾ ഒരു സിംഗിൾ വിൻഡോയിൽ തന്നെ 2 പാർട്ട് എഴുതിയിട്ട് ഹയസ്റ്റ് സ്കോർ വരുന്നവരെയാണ് ഒരു റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നത്. ബട്ട് ഫസാന 2 ഡിഫറെന്റ് വിൻഡോസിലായിട്ടാണ് അറ്റൻഡ് ചെയ്തത് അല്ലേ? ഓക്കെ, അപ്പൊ ഞാൻ ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ ഫസാന കറന്റ് ഈ CMA പഠിക്കുന്നതിന് മുമ്പുള്ള ഒരു എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് എന്തായിരുന്നു? ആക്ച്വലി ഞാൻ M.Com കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ക്വാളിഫൈ ചെയ്ത സമയത്ത് അസിസ്റ്റന്റ് പ്രൊഫസർ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു 1 ഇയർ. അതായത് അത് കോവിഡ് ടൈം ആയിരുന്നു. അപ്പൊ ആ ഒരു സമയത്ത് ആക്ച്വലി ഞാൻ UAE മൂവ് ചെയ്യാനുള്ള പ്ലാൻ ആയിരുന്നു. പക്ഷെ കോവിഡ് വന്ന സമയത്ത് കംപ്ലീറ്റ്ലി ലോക്കായി. അപ്പൊ ആ സമയത്ത് കിട്ടിയ ഒരു ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി ആയിരുന്നു ഇങ്ങനെ ഒരു കോളേജിൽ ലെക്ചർ ആയിട്ട് അസിസ്റ്റന്റ് പ്രൊഫസർ ആയിട്ട് കൊമേഴ്സിന്റെ. ആ ഒരു വർഷം അങ്ങനെ അവിടെ വർക്ക് ചെയ്തു. ആഫ്റ്റർ ദാറ്റ് ആണ് ഞാൻ CMA സെലക്ട് ചെയ്തതും അതും കൂടെ ചെയ്തത്. അതായത് ഈ ഒരു UAE പോകാനുള്ള പ്ലാനും കൂടെ ഉള്ളത് കൊണ്ട് അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് പിന്നെ CMA കൂടെ ചെയ്തത്. സോ M.Com ക്വാളിഫൈഡ് ആണ്, നെറ്റും ക്വാളിഫൈഡ് ആണ് അല്ലേ? അതെ അതെ, അത് നമ്മൾ M.Com ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ നെറ്റ് അറ്റൻഡ് ചെയ്യുന്നുണ്ടാവല്ലോ, ആ സമയത്ത് ക്വാളിഫൈഡ് ആയതായി. നെറ്റ് ക്വാളിഫൈ ചെയ്യാന്ന് പറയുന്നത് ഓൾസോ ഇറ്റ്സ് നോട്ട് എ ഈസി അച്ചീവ്മെന്റ്. കാരണം വെരി ഡിഫിക്കൽട്ട് ആണ്. അപ്പോൾ അതിനും ഒരു കൺഗ്രാറ്റുലേഷൻസ്. കാരണം അത്യാവശ്യം നല്ല രീതിയിൽ പഠിച്ച് നല്ല നോളജ് ഉള്ള ഒരാൾക്കേ നെറ്റ് ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ M.Com-ഉം നെറ്റും ഒക്കെ ഉള്ള ഒരാളാണ് CMA പഠിക്കാനായിട്ട് വരുന്നത്. അപ്പൊ അതിന്റെ ഒരു ആഡഡ് അഡ്വാൻറ്റേജ് എന്തായാലും ഉണ്ട്, അത്രയും നോളജ് ഉള്ള ഒരാളാണെന്നുള്ള രീതിയിൽ. സോ CMA-യിലേക്ക് വന്ന സമയത്ത് ഉണ്ടായ ഡിഫറൻസ് എന്താണ്? ഇപ്പൊ നമ്മൾ M.Com പഠിക്കുന്ന സമയത്തും അല്ലെങ്കിൽ കോളേജിൽ B.Com പഠിച്ച സമയത്ത് നിന്ന് വ്യത്യസ്തമായിട്ട് CMA പഠിച്ചപ്പോൾ ഉണ്ടായിരുന്ന ഒരു എക്സ്പീരിയൻസ് എന്തായിരുന്നു? പഠിക്കാൻ എത്രത്തോളം കംഫർട്ടബിൾ ആയിരുന്നു? സത്യത്തില് CMA-യുടെ സബ്ജക്ട്സ് അല്ലെങ്കിൽ കൺസെപ്റ്റ്സ് വെച്ച് നോക്കുമ്പോൾ ഞാൻ B.Com-ഉം M.Com-ഉം കഴിഞ്ഞത് കൊണ്ടാണോ എന്ന് അറിഞ്ഞുകൂടാ, കൺസെപ്റ്റ്സ് ഒക്കെ ഭയങ്കര ഫെമിലിയർ ആയിരുന്നു. അതായത് ഓൾമോസ്റ്റ് അറിയുന്ന സബ്ജക്ട്സും ടോപ്പിക്സ് ഒക്കെ ആയിരുന്നു. പിന്നെ ഒരു ഡിഫറൻസ് വന്നത് അതിന്റെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്ന സെഷനിലായിരുന്നു. അതായത് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് അത് എൻ്റയർലി നമ്മൾ ടൈം കൺസ്ട്രെയിൻഡ് ആയിട്ടും അതിന്റെ ട്വിസ്റ്റഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ അത് നന്നായിട്ട് നമ്മൾ ആ ഒരു B.Com ലെവലോ M.Com ലെവലോ ഒന്നല്ല അതിന്റെ ആ ഒരു രീതി എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻസിന്റെ. അതിലാണ് ഒരു മേജർ ഡിഫറൻസ് ഫീൽ ചെയ്തിട്ടുള്ളത്. അവിടെയാണ് നല്ലൊരു ടഫ്നെസ്സും CMA-യിൽ നമുക്ക് ഫേസ് ചെയ്തിട്ടുള്ളത്. അതായത് കാര്യങ്ങൾ പഠിക്കുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് ഇത് നമുക്ക് മനസ്സിലായി എന്ന് തോന്നുമെങ്കിലും ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് ചേടാ ഇതെന്താ ഇങ്ങനെ വന്നത് എന്നുള്ളൊരു ഡൗട്ട് വരാറുണ്ട് അല്ലേ? അതെ അതെ. അപ്പൊ നമ്മൾ ക്ലാസ് അറ്റൻഡ് പറഞ്ഞു ആ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് ഈസി ആയിട്ട് തോന്നും, എല്ലാം കൺസെപ്റ്റ്സ് അറിയുന്നതാണ്, എല്ലാം നമുക്ക് ഓക്കെ ആണെന്ന് തോന്നും. പക്ഷെ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ടൈം കൺസ്ട്രെയിനുള്ളിൽ 1.8 മിനിറ്റ്സിനുള്ളിൽ ഓരോ ക്വസ്റ്റ്യൻസും മനസ്സിലാക്കി എടുക്കുക എന്ന് പറയുന്നത് തന്നെ നല്ല ടാസ്ക് ആയിരുന്നു ഫസ്റ്റ് ഒക്കെ അറ്റൻഡ് ചെയ്ത സമയത്ത്. പിന്നെ നന്നായിട്ടുള്ള പ്രാക്ടീസ് ആണ് അതിൽ നമുക്കൊരു ഈസി ആവുന്നത്. ഫസാന ഏത് മെറ്റീരിയൽസ് ഒക്കെയാണ് യൂസ് ചെയ്തത്? സിംഗിൾ മെറ്റീരിയൽ ആയിരുന്നോ അതോ മറ്റു പല മെറ്റീരിയൽസിന്റെ ക്വസ്റ്റ്യൻസും പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടോ?
അല്ല, ഞാൻ കൺസെപ്ച്വൽ ക്ലാരിറ്റി വരുത്തിയത് ഹോക്ക് വെച്ചിട്ട് തന്നെയായിരുന്നു. ഹോക്ക് കംപ്ലീറ്റ് റീഡ് ചെയ്തിട്ടായിരുന്നു കൺസെപ്ച്വൽ ക്ലാരിറ്റി ഉണ്ടാക്കിയെടുത്തത്. പക്ഷെ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നത് ഞാൻ പർച്ചേസ് ചെയ്തതൊക്കെ ബെക്കർ ആയിരുന്നു. ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാനൊക്കെ ഞാൻ ബെക്കറാ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇത് രണ്ടുമാണ് മെയിൻലി എക്സാമിനായിട്ട് അതെ, യൂസ് ചെയ്തത് അല്ലേ? മെയിലിൽ ഓ, ഫോക്കസ് ചെയ്ത്. പിന്നെ ഈ എക്സാം ടൈം ആയ സമയത്ത് കുറച്ച് മോക്ക് ടെസ്റ്റ് ഒക്കെ ഡിഫറെന്റ് സോഴ്സിൽ നിന്ന് മോക്ക് ടെസ്റ്റ് എടുത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു. ചെയ്തു. വേറെ സോഫ്റ്റ്വെയറിന്റെ മോക്ക് ടെസ്റ്റ് അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഫസ്റ്റ് എക്സാം എഴുതാൻ പോയപ്പോൾ ഉള്ള എക്സ്പീരിയൻസ് എന്തായിരുന്നു? അപ്പൊ അതായത് നമ്മള് എങ്ങനെയാണെന്ന് അറിയില്ല ആ ഒരു എക്സ്പീരിയൻസ്. അപ്പൊ 4 മണിക്കൂർ തുടർച്ചയായിട്ട് എക്സാം ഹാളിൽ ഇരിക്കണം. അപ്പൊ അതിന്റെ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ആക്ച്വലി എക്സാമിന്റെ പ്രിപ്പറേഷൻ ആയിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം നല്ല ടാസ്ക്. അത് അത്യാവശ്യം ഈ ഒരു എക്സാം നല്ല കോംപ്ലിക്കേറ്റഡ് ആണെന്നൊക്കെ ഉള്ള ഒരു ബിലീഫ് ഉള്ളത് കൊണ്ട് തന്നെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് ടൈം എടുത്ത് ഒരു 2.5 months ഒക്കെ എടുത്തിട്ട് ഞാൻ ഫസ്റ്റ് പാർട്ട് എഴുതിയ സമയത്ത് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ എക്സാം എഴുതിയ സമയത്ത് അത് കുറച്ച് ഈസി ആയിരുന്നു. എക്സാം ഹാള് എത്തുന്നവരെ കുറച്ച് ടെൻഷൻ ഉണ്ടെങ്കിൽ കൂടിയിട്ടും ആ സമയത്ത് ഒരു കോൺഫിഡൻസ് ഒക്കെ ഫീൽ ചെയ്തു. പിന്നെ ടു ബി ഓണസ്റ്റ് എനിക്ക് എക്സാംസും ലൈക് ക്വസ്റ്റ്യൻസും ഭയങ്കര സിമ്പിൾ ആയിട്ടാ വന്നത്. അതെന്താന്ന് അറിഞ്ഞൂടാ. ഞാൻ ഒരുപാട് ടഫ് അതെല്ലാരും എക്സ്പെക്ട് പറയുന്ന ഒരു ചെയ്തതുകൊണ്ടാണോ എന്നറിയില്ല. ഐ തിങ്ക് അതെ അതെ ചില ആൾക്കാർ അത് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഒരു ലെവൽ അനുസരിച്ചിരിക്കും. നമ്മള് ഒരു മിഡ് പ്രിപ്പറേഷൻ ആണുള്ളതെങ്കിൽ നമുക്ക് ടഫ് ആയിട്ട് തോന്നും. ഫുള്ളി പ്രിപ്പയർഡ് ആണെങ്കിൽ ഒരു 70 to 80 ക്വസ്റ്റ്യൻസ് നമുക്ക് കോൺഫിഡൻസ് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. പലപ്പോഴും സ്റ്റുഡൻസിന് ആ പ്രിപ്പറേഷനകത്തുള്ള ഒരു പാളിച്ച കൊണ്ട് തന്നെയാണ് ഫെയിൽ ആവുന്നത്. അപ്പൊ ഇവിടെ ഓൾറെഡി എനിക്ക് തോന്നുന്നു കുറച്ച് സ്കിൽഡ് കൂടെ, ഞാൻ പൊക്കി പറയല്ല, ഫസാന കുറച്ചൊരു ആവറേജ് എബോ ആവറേജ് ലെവലിലുള്ള സ്റ്റുഡന്റിനേക്കാൾ ഹയർ ലെവൽ IQ ലെവലും സ്കില്ലുള്ള ഒരാളാണെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടാണ് ആ ഒരു ലെവൽ വരുന്നതെന്ന് തോന്നുന്നു. അപ്പൊ എന്തായാലും പരീക്ഷ എഴുതി ആ കഴിഞ്ഞപ്പോ ഇപ്പോ എന്തായാലും SI വിൻഡോ ഒക്കെ ഓപ്പൺ ആയി പാസ് ആവുന്നുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നല്ലേ? ഉണ്ട്. അതെ അതെ MCQ അത്യാവശ്യം ഈസി ആയിട്ടാ വന്നത്. അതായത് ഞാൻ സോഫ്റ്റ്വെയർസ് ഒരുപാട് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. MCQ മോക്ക് ടെസ്റ്റ് പോലെയൊക്കെ കുറെ മോക്ക് ടെസ്റ്റ് അതൊക്കെ നല്ല ടഫ് ആയിരുന്നു. 75% ഒക്കെ ആയിരുന്നു ലൈക് ടോപ്പ് മാർക്ക് മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്ത സമയത്ത്. അപ്പൊ ആ ഒരു ടഫ്നെസ് എക്സ്പെക്ട് ചെയ്ത് പോയതുകൊണ്ടാവാം ഇവിടെ എക്സാംസ് ഒരുപാട് ഈസി ആയിട്ട് തോന്നി. MCQs പെട്ടെന്ന് കവർ ചെയ്യാൻ പറ്റി. ഒരു ഒരു 15 കാര്യം മിനിറ്റ്സ് പറഞ്ഞു ഒക്കെ ചോദിച്ചോട്ടെ? മുമ്പ്. ഇപ്പൊ 2 എക്സാം എഴുതിയ ആളെന്ന നിലയ്ക്ക് നമുക്ക് ടോട്ടൽ 100 ക്വസ്റ്റ്യൻസ് 2 പരീക്ഷയ്ക്ക് വരുന്നുണ്ടല്ലോ. അതിൽ തിയറി ആൻഡ് പ്രോബ്ലംസ് ഇതിന്റെ ഒരു മിക്സ് ഏകദേശം എങ്ങനെയായിരിക്കും? എത്ര ക്വസ്റ്റ്യൻസ് തിയറി, കൂടുതലായിട്ട് തിയറി ചോദിച്ചിട്ടുണ്ടോ? അല്ല, ഞാനും കേട്ടിരുന്നു മാക്സിമം തിയറി ക്വസ്റ്റ്യൻസ് ആണ്, ട്വിസ്റ്റഡ് ആണ് ആ രീതിയിൽ. പക്ഷെ എനിക്ക് പേഴ്സണലി ഫസ്റ്റ് പാർട്ടിനും സെക്കൻഡ് പാർട്ടിനും അതെ മിക്സ്ഡ് ആയിരുന്നു. അതായത് പ്രോബ്ലം ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, തിയറി ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. 50-50 എനിക്ക് റേഞ്ച് അല്ലേ? പ്രോബ്ലം ആവണമെന്നായിരുന്നു. അതെ, പ്രോബ്ലംസ് ആണ് ഈസി ലൈക്ക് ചെയ്യാനും നമ്മള് എനിക്കും ഹാൻഡിൽ ചെയ്യാൻ ഈസി അതാണ്. അത് തന്നെ വേണമെന്നായിരുന്നു. പക്ഷെ ഒരു പ്രോബ്ലം ആവുന്ന 50-50 സമയത്ത് ചാൻസിൽ നമുക്ക് തന്നെയാണ് കറക്റ്റ് വന്നത്. സിംഗിൾ ആൻസറിലേക്ക് എത്താൻ നമ്മളെ കൊണ്ട് തന്നെ പറ്റും. തിയറി ആവുന്ന അതെ സമയത്ത് നമുക്ക് പിന്നെ ഒരു കൺഫ്യൂഷൻ വരും, ഇനി ഇതാണോ അതാണോ, ആ ഒരു ഡൗട്ട് വരാനുള്ള അതെ സാധ്യതയുണ്ട്. അതെ സോ റിസൾട്ട് വന്നപ്പോൾ ഉള്ള ഒരു സന്തോഷം എങ്ങനെയുണ്ടായിരുന്നു? എന്തായാലും പാസ് ആവുന്നുള്ള ഒരു ശുഭപ്രതീക്ഷയിലാണ് ഇരിക്കുന്നത്. 450 പ്രതീക്ഷിച്ചു ഫസ്റ്റ് അറ്റംപ്റ്റില്. ഇല്ലല്ല, ഈസി ആയിരുന്നു. അതുകൊണ്ട് തന്നെ പാസ് ആവുന്നുണ്ട്. പക്ഷെ സ്റ്റിൽ നമുക്ക് ഡൗട്ട് ആയിരുന്നു. എസ് എ ക്വസ്റ്റ്യൻ്റെ ഒക്കെ ഈ IMAയുടെ ഗ്രേഡിങ് അല്ലെങ്കിൽ സ്കോർ നമുക്കൊന്നും എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. അതിന്റെ എങ്ങനെയാണ് അതിന്റെ രീതി എന്നുള്ളത്. അതുകൊണ്ട് തന്നെ പിന്നെയും കൺഫ്യൂഷൻ ആയിരുന്നു. 360 മുകളിൽ വരില്ലേ, നീ ലൈക് SAയിലൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമോ, SA ടൈപ്പിംഗ് ആയാലും അതൊക്കെ കുറച്ച് ലൈക് ഫെമിലിയർ അല്ലാത്ത കാര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ അത്രയും മാർക്ക് കിട്ടുന്ന പ്രതീക്ഷയില്ല, പാസ് ആവുമായിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷയിലായിരുന്നു. മാർക്ക് സ്കോർ ചെയ്തു. സോ ഈ അത് 450 470 ഒക്കെ കേൾക്കുന്ന സമയത്ത് there are lot of students അവർക്ക് 350-ല് ഫെയിൽ ആവുന്നവരുണ്ട്, 340 കിട്ടുന്ന ഒരുപാട് അതെ സ്റ്റുഡൻസ് ഉണ്ട്. പ്രത്യേകിച്ച് ഈ വിൻഡോയിൽ ജാനുവരിയിലൊക്കെ എഴുതി കുറെ കുട്ടികൾക്ക് 340 330 ഒക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഫസാനെ വേണമെങ്കിൽ ഒരു റോൾ മോഡൽ ആയിട്ട് എടുക്കാം. നമ്മൾ ജസ്റ്റ് 360 കിട്ടാൻ വേണ്ടി പഠിക്കുന്നതിനപ്പുറത്തേക്ക് നമുക്കൊരു 400-ഉം 450 ഒക്കെ കിട്ടാൻ വേണ്ടി പഠിച്ചാൽ ആക്ച്വലി പറ്റുന്ന ഒരു കാര്യമാണ്, പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ളതിന്റെ ഒരു റിയൽ എക്സാമ്പിൾ ആണ് നമ്മുടെ മുന്നിൽ ഇരിക്കുന്നത്. സോ നിങ്ങൾ ഫെയിൽ ആയിട്ടുള്ളവർ വിഷമിക്കാതെ വർക്ക് ഹാർഡ് ചെയ്യുക, കുറച്ചുകൂടെ എഫർട്ട് ഇടുക. കഴിഞ്ഞ തവണ പറ്റിയ മിസ്റ്റേക്സ് ഒക്കെ മനസ്സിലാക്കിയിട്ട് കുറച്ചുകൂടെ ഡെഡിക്കേറ്റഡ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അടുത്ത അറ്റംപ്റ്റിൽ പാസ്സാവുന്നതായിരിക്കും. ഓക്കെ, കമ്മിങ് ബാക്ക് ടു ഫസാന. അപ്പം സെക്കൻഡ് പരീക്ഷയ്ക്കുള്ള ഇതിനൊക്കെ എത്ര ടൈം എടുത്തിട്ടുണ്ട് പ്രിപ്പറേഷന് വേണ്ടി?
ഫസ്റ്റ് എക്സാം ഞാൻ പറഞ്ഞ പോലെ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ ആ ഒരു എക്സൈറ്റ്മെന്റും ഉണ്ടായിരുന്നു, പിന്നെ നല്ല പേടിയും ഉണ്ടായിരുന്നു. അതുകൊണ്ട് അത്യാവശ്യം നല്ല ടൈം എടുത്താ പഠിച്ചത്. 2.5 മന്തിലേറെ ടൈം എടുത്തിട്ട് അതിനു വേണ്ടി ഫോക്കസ് ചെയ്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ എക്സാം ഈസി ആയതുകൊണ്ട് തന്നെ നെക്സ്റ്റ് എക്സാം ആയപ്പോഴേക്കും ഞാനൊന്ന് ലൈക്ക് എഫേർട്ട് ഒക്കെ ഒന്ന് കുറച്ചു. ഇതൊരു പക്ഷെ ടഫ് ആയിരുന്നെങ്കിൽ ഞാൻ നന്നായിട്ട് നെക്സ്റ്റ് പ്രിപ്പയർ ചെയ്തേനെ. പക്ഷെ അത് ഈസി ആയതുകൊണ്ട് ആ ഒരു സീരിയസ്നെസ് കുറഞ്ഞു പോയി. ആ ഒരു ഇൻഡെപ്ത് സ്റ്റഡി ഒക്കെ നെക്സ്റ്റ് ആയപ്പോ ഞാൻ ലൈക്ക് ഇത്രയും ഇല്ലായിരുന്നു. പക്ഷെ ഉള്ളത് മാത്രം പിക്ക് ചെയ്യുക അല്ലെങ്കിൽ കൺസെപ്ഷൻ ക്ലാരിറ്റി വരുത്തുക എന്നുള്ളതാണ് മെയിൻ മോട്ടീവ്. രണ്ടിനും അങ്ങനെ ചെയ്തേ. പക്ഷെ സെക്കൻഡ് ആയപ്പോക്ക് ആ ഒരു അറിയാലോ ലൈക്ക് ചില കാര്യങ്ങളൊക്കെ സ്കിപ്പ് ചെയ്യാനൊക്കെ തുടങ്ങി. ആ രീതിയിലാണ് സെക്കൻഡ് ടൈം നോക്കി. അപ്പൊ അതുകൊണ്ട് തന്നെ സെക്കൻഡിന് അത്രയും കൂടുതൽ ടൈം എടുത്തിട്ടില്ല. 1.5 മന്ത് ഒക്കെ സീരിയസ് സ്റ്റഡി ഉണ്ടായിട്ടുള്ളൂ സെക്കൻഡ് എക്സാം ആയ സമയത്ത് പ്രിപ്പറേഷൻ. സോ ഇത് ആക്ച്വലി അതിനകത്ത് ആള് പറഞ്ഞ ഒരു കാര്യം നിങ്ങൾ ഫോളോ ചെയ്യരുത്. ഒരു പരീക്ഷ പാസ്സായപ്പോൾ കുറച്ച് കോൺഫിഡൻസ് വന്നതുകൊണ്ട് പ്രിപ്പറേഷന്റെ അതെ ഒരു ലെവൽ ഇച്ചിരി കുറച്ചെന്ന് പറഞ്ഞു. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ഞാൻ അഗൈൻ പറഞ്ഞു, ഫർസാൻ ഒരു ആവറേജ് ലെവൽ സ്റ്റുഡന്റ് അല്ല. അതുകൊണ്ട് ആൾക്ക് ചിലപ്പോൾ അങ്ങനെയൊക്കെ തോന്നും, ആൾക്ക് ചിലപ്പോൾ അത് പോസിബിൾ ആയിരിക്കും. ബട്ട് നമ്മള് ആക്ച്വലി ആദ്യത്തെ പരീക്ഷ പാസ്സാകുമ്പോൾ കുറച്ചുകൂടെ എഫർട്ട് ഇട്ടാലേ ചിലപ്പോൾ അടുത്ത പാർട്ട് പാസ്സാകത്തുള്ളൂ. കാരണം എന്റെ പേഴ്സണൽ ലൈഫിൽ ഞാൻ പറഞ്ഞു, ഞാൻ ഫെയിൽ ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് പാസ്സായ സമയത്ത് എനിക്ക് കോൺഫിഡൻസ് കൂടിയിട്ട് ഐ ഫെയിൽഡ്. എനിക്ക് ഈ പറഞ്ഞ 340 350 ഒക്കെ കിട്ടിയ ഒരാളാണ്. എന്നിട്ടാണ് ഞാൻ റിക്കവർ ചെയ്ത് വീണ്ടും പഠിച്ചിട്ടാണ് പാസ്സായത്. അപ്പോൾ ആ ഒരു പോയിന്റ് മാത്രം നിങ്ങൾ ഫോളോ ചെയ്യണ്ട. ബട്ട് ബാക്കിയുള്ള കാര്യങ്ങളിൽ നന്നായിട്ട് പഠിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പാസ്സാൻ പറ്റും. ഫെയിൽ ആയിട്ടുള്ള ആൾക്കാർക്ക് ഒരു മോട്ടിവേഷൻ എന്നുള്ള രീതിയിൽ കൂടിയാണ് ഞാൻ ഇതിനെ കാണുന്നത്. ആൻഡ് ഫസ്റ്റാൻ ഇപ്പം ഓൾറെഡി പറഞ്ഞ പോലെ അതായത് ഞാനും ഇതുപോലെ സെക്കൻഡ് ടൈം എക്സാം എഴുതുന്ന സമയത്ത് എനിക്ക് പേടിയുണ്ട്. അതായത് ഒന്ന് ഈസി ആയെന്ന് കരുതി നെക്സ്റ്റ് ടൈം ഇങ്ങനെ ആവില്ല, ചിലപ്പോ അത് നന്നായിട്ട് ഇതൊരു ചാലഞ്ചിങ് ആവാനുള്ള ചാൻസ് ഉണ്ട്, നന്നായിട്ട് എഫേർട്ട് ഇടുന്നൊക്കെ ഉണ്ട്. ഞാൻ ഈവൻ സാറിന്റെ CMA ജേണിയും കൂടെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്കും അത് റിലേറ്റ് ചെയ്യാൻ പറ്റി. അതായത് ഫസ്റ്റ് ടൈം ആ ഒരു എക്സൈറ്റ്മെന്റിൽ നന്നായിട്ട് നോക്കി, സെക്കൻഡ് ആയപ്പോ ആ ഒരു എക്സൈറ്റ്മെന്റും ആ ഒരു ആവേശമൊക്കെ ചോർന്നു പോയ പോലെ. പക്ഷെ സ്റ്റിൽ മാക്സിമം ജയിക്കണം അല്ലെങ്കിൽ പാസ് ആവണം എന്നുള്ള ആ ഒരു എഫേർട്ടിൽ തന്നെയാണ് സെക്കൻഡ് ടൈം നോക്കിയത്. ആ ഒരു പേടി ഉണ്ടായിരുന്നു, സെക്കൻഡ് ചിലപ്പോ ഇങ്ങനെ ആവില്ല, എല്ലാ എക്സാമും ഇതുപോലെ ആവണം എന്നില്ല എന്നുള്ളത്. ഓക്കെ പക്ഷെ സെക്കൻഡും പഠിച്ചു. സെക്കൻഡും സത്യം പറയാലോ എനിക്ക് അതും ഈസി ആയിട്ടാ ക്വസ്റ്റ്യൻസ് വന്നേ. ഫസ്റ്റത്തേക്കാളും ഈസി ആയിട്ട് വന്നു. ഐ മീൻ ഞാൻ ഇങ്ങനെ ഓണസ്റ്റ് ആയി പറയാൻ കാരണം ഞാനത് എക്സ്പെക്ട് ചെയ്യുന്നതല്ല. നന്നായിട്ട് ടഫ് ആവുന്ന എക്സ്പെക്ട് ചെയ്തിട്ട് പോയിട്ട് ഈവൻ സെക്കൻഡ് അതെ സെക്കൻഡ് ആയ സമയത്ത് ഇതിലേറെ ടൈം ½ ഒക്കെ എനിക്ക് ഇത് കിട്ടി. ആ സമയത്ത് ഞാൻ തന്നെ ഡൗട്ട്ഫുൾ ആണ്, ഇത് ഇനി എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ട്രിക്കി ആണോ. ഞാൻ ടൈം കൺസ്ട്രെയിൻ വെച്ച് പോകുന്നോണ്ട് തന്നെ അധികം ഫോക്കസ് കൊടുക്കാണ്ട് പെട്ടെന്ന് പോയതുകൊണ്ടാണോ ഇത്രയും ടൈം ഒക്കെ കിട്ടുന്നത് എന്നൊക്കെയുള്ള രീതിയിൽ. സേവ് ചെയ്തിട്ട് അത് എസ്സേയിലേക്ക് ആഡ് ഓൺ ചെയ്ത് കിട്ടിയല്ലേ? അതെ കിട്ടി. ഞാനതായത് പെട്ടെന്ന് സമയം തീരുന്നുള്ള ആ ഒരു പ്രഷറിൽ നമ്മൾ പെട്ടെന്ന് ചെയ്തു പോവല്ലോ. അപ്പൊ പെട്ടെന്ന് തീർന്നു എക്സാം. അപ്പൊ ആ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു, ഇനി ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് ഞാൻ ശരിക്കും ഫോക്കസ് ചെയ്യാണ്ട് പോയതാവോ എന്നൊക്കെ ഉള്ളത്. പഠിച്ച ടോപ്പിക്സിൽ ഏറ്റവും ഇച്ചിരി നല്ല എഫർട്ട് ഇട്ട് പഠിക്കേണ്ടതായിട്ട് തോന്നിയ ഒരു ടോപ്പിക്കും എന്നാൽ വളരെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റിയ ഒരു ടോപ്പിക് പേഴ്സണൽ എക്സ്പീരിയൻസിൽ ഏതാണ്? എനിക്ക് പേഴ്സണലി പാർട്ട് 1 ആയിരുന്നു നല്ല ടഫ്. അതായത് എക്സാം ഈസി ആയിരുന്നു പാർട്ട് 1ന്റെയും, പക്ഷെ പഠിക്കാൻ എനിക്ക് പാർട്ട് 1 ആയിരുന്നു നല്ല ടഫ്. മെയിൻലി ഞാൻ പാർട്ട് 2 ആണ് ഫസ്റ്റ് തുടങ്ങിയത്. ആ സമയത്ത് ഇതുപോലെ നല്ല ഇൻട്രസ്റ്റിൽ നന്നായിട്ട് ലൈവ് ക്ലാസ്സസ് ഒക്കെ കേട്ട് പ്രോപ്പർ ആയിട്ട് എല്ലാ കൺസെപ്റ്റും ക്ലാരിറ്റി ഒക്കെ വരുത്തുണ്ടായിരുന്നു. പക്ഷെ പാർട്ട് 1 ആയപ്പോൾ അത് ലിറ്ററലി ഒരു സെൽഫ് സ്റ്റഡി പോലെയായിരുന്നു. ലൈവ് ഒക്കെ മിസ് ചെയ്തു, റെക്കോർഡിങ്സ് പെൻഡിങ് വന്നു, അങ്ങനെയൊക്കെ. ആ സമയത്ത് യൂട്യൂബ് ക്ലാസ്സസ് ഒക്കെ വെച്ചിട്ട് ഓരോ കോൺസെപ്റ്റും പഠിച്ചെടുക്കാന്ന് പറഞ്ഞാൽ അത് കുറച്ച് ടഫ് ആയിരുന്നു. അതായിരുന്നു കുറച്ച് ടാസ്ക്. പാർട്ട് 1 ഓൾമോസ്റ്റ് എല്ലാ സബ്ജക്ട്സും, പിന്നെ മെയിൻലി തിയറി സബ്ജക്ട്സ് ആണ് എനിക്ക് ഒന്നുകൂടെ ഡൈജസ്റ്റ് ചെയ്യാനും റീഡ് ചെയ്യാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ട്. പ്രോബ്ലം പേപ്പേഴ്സ് ഒക്കെ കുറച്ചുകൂടി ഹാൻഡിൽ ചെയ്യാണ്. അതെ. ഓൾറെഡി ഒരു ടീച്ചിങ് ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. അപ്പം അവിടെയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ടീച്ചിങ് ഒരു പോസിബിലിറ്റി ഉള്ളൊരു സെനാരിയോ ആണ്. അപ്പൊ അതില് കണ്ടിന്യൂ ചെയ്യാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് യു എയിൽ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ഒരു നല്ല പാക്കേജിലൊക്കെ കിട്ടാനുള്ള ഒരു സാധ്യതയുണ്ട്. അതിപ്പം CMA ഫാക്കൽറ്റി ആണെങ്കിലും അല്ലാതെ നമ്മൾ പറഞ്ഞ MCOM വെച്ചിട്ടുള്ള കൊമേഴ്സ് ഫാക്കൽറ്റി ആയിട്ട് വേണമെങ്കിലും ഒക്കെ ഉള്ള ഒരു പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പൊ അതാണ് എന്താണ് ആക്ച്വൽ ഒരു പാഷനേറ്റ് ഏരിയ ഏതാണ്? ഒരു ടീച്ചിങ് ആണോ അതോ അല്ലാതെ ഒരു അക്കൗണ്ടിങ് ജോബിലേക്കാണോ നോക്കുന്നത് മെയിൻലി? ആക്ച്വലി ഈ ചെറുതിലെ തൊട്ടേ ടീച്ചിങ് എന്നുള്ളതാണ്
ലൈക് നമ്മുടെ ഒരു എയിം ഉണ്ടായിരുന്നു. അങ്ങനെ 1 ഇയർ വർക്ക് ചെയ്തു. പക്ഷെ വർക്ക് ചെയ്ത സമയത്ത് എനിക്ക് എന്തോ ഒന്നുകൂടെ ഒരു സംതിങ് മോർ, അതായത് മോർ ചാലഞ്ചിങ് ആയിട്ട്, അല്ലെങ്കിൽ കുറച്ചുകൂടെ ഫിനാൻസ് ഈ നമ്പേഴ്സ് ഒക്കെ ആയിട്ട് കുറച്ചുകൂടെ ഒരു ഇൻട്രസ്റ്റ് ഉള്ള ഒരാളാണ്. ലൈക് പ്രോബ്ലംസ് അങ്ങനെ നമ്പേഴ്സ് ആ ഒരു രീതിയിൽ. അതുകൊണ്ടാണ് ഓക്കെ ഒരു പ്രൊഫഷണൽ കോഴ്സ് എടുത്തിട്ട് മറ്റൊരു പൊസിഷനിൽ ഒരു കരിയർ ചേഞ്ച് നോക്കാം എന്നുള്ളൊരു തീരുമാനത്തിലെത്തുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇവിടെയും ഞാൻ ഫിനാൻസ് റോൾസ് ആണ് ഇപ്പൊ മെയിൻലി ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഞാൻ പറയട്ടെ, ഞാൻ എൻ്റെ ഒരു സജഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഫിനാൻസ് ജോബ് നോക്കിയിട്ട് പാർട്ട് ടൈം ആയിട്ട് വേണമെങ്കിൽ ഇപ്പോൾ ഓൺലൈൻ ക്ലാസ്സസ് അങ്ങനെയുള്ള പോസിബിലിറ്റീസ് ഒക്കെ നോക്കാവുന്നതാണ്. അതെ പാസീവ് ഇൻകം ആയിട്ട് വേണമെങ്കിൽ കരിയർ മറ്റേതിന്റെ കൂടെ ജസ്റ്റ് നമ്മുടെ മേ ബി റെന്റും കാര്യങ്ങളൊക്കെ പേ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് കൺസിഡർ ചെയ്യാവുന്ന ഒരു കാര്യം. ശരിയാണ്. അപ്പൊ അത് അതെ ആ അതെ. ഓപ്ഷൻ കളയണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. അതൊന്നുകൂടെ നോക്കിക്കോളും. എനിക്കൊന്ന് അവിടെ എനിക്കൊന്ന് ഓ ഒരുപാട് ഷുവർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഷുവർ. യു ഐയിൽ തന്നെ ഓൺ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്. യു ഐ ബേസ്ഡ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ്, നമ്മുടെ നാട്ടിലെ ഇൻസ്റ്റിറ്റ്യൂട്ട്സിന്റെ ബ്രാഞ്ചസ് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, യു ഐ ബേസ്ഡ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്. യു ബേസ്ഡ്. ഓക്കെ ഓക്കെ. സോ ഈ കോഴ്സ് ഒക്കെ പാസ്സാവുന്ന സമയത്ത് ഫാമിലിയുടെ ഒരു സപ്പോർട്ടും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? ഒന്ന് ഇപ്പം എംകോമും നെറ്റും ഒക്കെ അവർക്ക് എല്ലാവർക്കും പരിചയമുള്ള കാര്യമായിരിക്കും. CMA എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ അവർക്ക് കോഴ്സിനെ പറ്റിയിട്ട് വലിയൊരു ഐഡിയ ഒന്നും ഉണ്ടാവില്ല. അപ്പൊ എനിക്ക് 450 കിട്ടി 470 കിട്ടി എന്നൊക്കെ പറയുമ്പോൾ ഒരു റിയാക്ഷനും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? ആക്ച്വലി ഫാമിലി സപ്പോർട്ട് നന്നായിട്ട് പറയണം. എനിക്ക് 2 മക്കളാണ്. അപ്പൊ അവരെ വെച്ചിട്ട് ഇത് കോഴ്സ് ഞാൻ കംപ്ലീറ്റ് ചെയ്ത സമയത്ത് അവരുടെ ലൈക് ഫാമിലിയുടെ സപ്പോർട്ട് ആയിരുന്നു മെയിൻ. ആ ഒരു എക്സാം പ്രിപ്പറേഷന്റെ ടൈം ഫുള്ളി പാരന്റ്സിന് വിട്ടുകൊടുക്കുക ചെയ്തേ. അപ്പോ അവരുടെ സപ്പോർട്ട് ഇല്ലാണ്ട് ഒരിക്കലും നടക്കില്ല. അത് ഇപ്പൊ ഹസ്ബൻഡിന്റെ പാരന്റ്സ് ആയാലും എന്റെ പാരന്റ്സ് ആയാലും 2 ഭാഗത്തു നിന്നും ഗ്രേറ്റ് സപ്പോർട്ട് ആയിരുന്നു. അതുകൊണ്ടാണല്ലോ അത്രയും ടൈം ഒക്കെ എനിക്ക് ഇതിനു വേണ്ടി ഫോക്കസ് ചെയ്യാൻ വേണ്ടി പറ്റിയത്. അപ്പൊ അതുകൊണ്ട് തന്നെ റിസൾട്ട് വന്നപ്പോ എല്ലാവരും ഹാപ്പിയാണ്. സ്വാഭാവികമായിട്ടും എല്ലാവർക്കും സന്തോഷം. ഓക്കെ, 2 കുട്ടികളുടെ അമ്മയാണെന്ന് ഞാൻ അറിഞ്ഞില്ല. അപ്പൊ ആഡഡ് ഓൾസോ എന്താണ് നമ്മളൊരു കിരീടം ഉള്ളത് പോലെയാണ്. ഇതിനിടയിൽ ഇത്രയും കാര്യങ്ങളുടെ ഇടയിൽ മാനേജ് ചെയ്തിട്ടാണ് ആള് ഇത് പഠിച്ച് ക്ലിയർ ചെയ്തത്. സോ വൺസ് അഗൈൻ ഗ്രേറ്റ് കൺഗ്രാചുലേഷൻസ് ടു യു. അപ്പോൾ എന്തായാലും ഉടൻ തന്നെ ആഗ്രഹിക്കുന്ന ആ ഒരു ജോബിലേക്ക് എത്തട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഐ വിൽ പ്രൊവൈഡ് ഇൻ സപ്പോർട്ട് ഇഫ് യു നീഡ്. എനി റെഫറൽസ് ഒക്കെ വരുവാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഷെയർ ചെയ്യാവുന്നതാണ്. ആൻഡ് ഓ കൂടെ താങ്ക്സ് വേറെ ലോട്ട്. ഫ്രണ്ട്സ് ആരെങ്കിലും CMA പഠിച്ച ആൾക്കാരുണ്ടായിരുന്നോ? അതോ ഇല്ല, ഓൺലൈൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് നേരിട്ട് പോലും ഇല്ല. ഓൺലൈനിൽ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, നമ്മൾ ഒരുമിച്ച് ലൈക് സ്റ്റഡി പാർട്ട്നേഴ്സ് ഒക്കെ ആയിട്ട് പഠിച്ചിരുന്നത്. അതല്ലാണ്ടില്ല. ഇതുപോലെ പ്ലസ് ടു പഠിക്കുന്ന സമയത്തൊക്കെ ഇതിന് പോയവരുണ്ടായിരുന്നു, പക്ഷെ അന്നൊന്നും ഈ ഒരു കോൺഫിഡൻസ് കിട്ടിയില്ല. കോംപ്ലിക്കേറ്റഡ് ആണ്, അന്ന് റെയർ ആണല്ലോ, അതുകൊണ്ട്. ഓക്കെ, ഞാൻ ഒരു കാര്യം ചോദിച്ചാൽ നമുക്കിത് വൈൻഡ് അപ്പ് ചെയ്യാം. ഓൺലൈൻ ആണ് പഠിച്ചതെന്ന് പറഞ്ഞു. ഇപ്പോൾ പല സ്റ്റുഡൻസിനും ഒരു കൺഫ്യൂഷൻസ് ഉണ്ട്. ഇപ്പോൾ ഓൺലൈൻ പോണോ ഓഫ്ലൈൻ പോണോ? അപ്പൊ ആള് ഫസാന ഓൾറെഡി MCOM ഒക്കെ ചെയ്തിട്ടാണ് CMA എടുക്കുന്നത്. അപ്പം ഡിഗ്രി കഴിഞ്ഞ സ്റ്റുഡൻസ് ആണ് കൂടുതലും CMAക്ക് വരാറുള്ളത്. അപ്പൊ അവരോട് ഫസാനായിട്ട് ഞാൻ ചോദിക്കുകയാണ്, അവര് MCOM ഇപ്പോൾ ഒരു ഡിസ്റ്റന്റ് ആയിട്ട് അല്ലെങ്കിൽ റെഗുലർ ആയിട്ട് ചെയ്തുകൊണ്ടോ ഡിസ്റ്റന്റ് ആയിട്ട് ചെയ്തുകൊണ്ടോ CMA അവർക്ക് ഓൺലൈൻ ആയിട്ട് ചെയ്യാം, അല്ലെങ്കിൽ രണ്ടും കൂടെ കൊണ്ടുപോകുന്നതിനെ പറ്റിയിട്ടുള്ള ഒരു ചോയ്സ് എന്താണ് പോസിബിൾ ആയിരിക്കും? ഇപ്പോൾ MCOMും അതുപോലെ തന്നെ CMAയും കൂടെ ഒരു പാരലി പഠിച്ചു പോകുന്നത് പോസിബിൾ ആയിരിക്കും? അതുപോലെ ഓൺലൈനിൽ പഠിക്കുന്നത് എത്രത്തോളം എഫക്റ്റീവ് ആണ്? അതിനകത്ത് എന്തെങ്കിലും അഡ്വാൻറ്റേജസ് ഉണ്ടെങ്കിൽ അത് പറയാം, ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ അതും പറയാം. നമ്മളെടുക്കുന്ന എഫേർട്ടിനനുസരിച്ചായിരിക്കും. അതായത് അതിന് ടൈം മാറ്റി വെച്ച് ഓരോന്നിനും അതിന് ആവശ്യമുള്ള ടൈം കൊടുക്കണം എന്നുള്ളതാണ്. ഇപ്പൊ CMAയുടെ കേസിലൊക്കെ നമ്മൾ ഒരുപാട് ടൈം കൊടുക്കും എന്നുള്ളതല്ല, പകരം കൺസെപ്റ്റ്സ് മാക്സിമം ക്ലിയർ ചെയ്യാന്നുള്ളതാണ്. അപ്പൊ അതിനു വേണ്ടി ടൈം കണ്ടെത്തുക. അത് ഇപ്പം വർക്ക് ചെയ്യുന്നവരൊക്കെ ഒരുപാട് പേരുണ്ടല്ലോ CMA ചെയ്യുന്നത്. അപ്പം MCOM പഠിക്കുന്നവർക്കും പോസിബിൾ ആണ്. പിന്നെ ഓൺലൈനിലാണോ എന്ന് ചോദിച്ചാല്, ഞാനിതുപോലെ മോളായ സമയത്ത് അവളെ കൂടെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലൈക് കുറച്ച് ടൈം ബ്രേക്ക് എടുത്തത്. അപ്പൊ ആ സമയത്ത് എഫക്റ്റീവ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാലോ എന്ന് കരുതിയിട്ടാണ് ഈ ഒരു ഓൺലൈൻ ചൂസ് ചെയ്തത്. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഓൺലൈൻ നല്ലൊരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്. വീട്ടില് ലൈക് ആ ഒരു പുറത്ത് പോയി ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തവർക്ക്. അതല്ലാണ്ട് തന്നെ ഞാൻ മനസ്സിലാക്കിയെടുത്ത് നമ്മൾ ഇതിന്റെ ക്ലാസ്സസ് അല്ലെങ്കിൽ ആ ഒരു വീണ്ടും പറയാണ്, കൺസെപ്റ്റ്സ് മാക്സിമം ക്ലിയർ ആക്കുക എന്നുള്ളതാണ്. അത് ഈവൻ ഞാൻ വിചാരിക്കാറുണ്ട് യൂട്യൂബിലെ ക്ലാസ്സസ് ഒക്കെ, സാറിന്റെ തന്നെ യൂട്യൂബ് ക്ലാസ്സസ് ഒക്കെ ഞാൻ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു സെക്കൻഡ് ടൈം എക്സാമിന്റെ സമയത്ത്. അപ്പോ നമുക്ക് ആ ഒരു കൺസെപ്റ്റ് എവിടുന്നാണോ ക്ലിയർ ആവുക, അതാണ് അതിന് വേണ്ടത്, അത് മതി, അതിന്റെ ആവശ്യമുള്ളൂ. ഓൺലൈനിലായാലും ഓഫ്ലൈൻ ആയാലും. അതെ അതെ. സോ അത് പറഞ്ഞിട്ട് നമ്മളെ ഡെഡിക്കേഷൻ പോലെ ഇരിക്കും. ഇപ്പൊ എനിക്കത് പലപ്പോഴും കുട്ടികൾ ഇപ്പൊ ഫെയിൽ ആവുന്ന സമയത്ത് മറ്റേ അവർ ചിലപ്പോൾ ബ്ലെയിം ഷിഫ്റ്റ് ചെയ്യുന്നതായിരിക്കും. അത് ഞാൻ
ഓൺലൈൻ പഠിച്ചുകൊണ്ടാണ് ഫെയിൽ ആയത്, അപ്പൊ എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റിയില്ല. ബട്ട് എൻഡ് ഓഫ് ദ ഡേ നമ്മൾ ഫെയിൽ ആവുന്നുണ്ടെങ്കിൽ അതിന്റെ റെസ്പോൺസിബിലിറ്റി നമ്മുടെ ഒരു എഫേർട്ടിന്റെ കുറവുകൊണ്ട് തന്നെയാണെന്നുള്ളത് തന്നെയാണ് അതിന്റെ ഒരു റിയാലിറ്റി. അപ്പം ഓൺലൈൻ എടുക്കുന്നതുകൊണ്ട് ആയാലും ഓഫ്ലൈൻ ആയാലും വി ഹാവ് ടു സ്റ്റഡി, വി ഹാവ് ടു പുട്ട് ദാറ്റ് എഫേർട്ട്. ആൻഡ് മെയിൻലി കൂടുതൽ സമയം പഠിക്കുന്നു എന്നുള്ളതല്ല കാര്യം, പഠിക്കുന്ന സമയം പ്രൊഡക്റ്റീവ് ആയിട്ട് എക്സാം ഓറിയന്റഡ് ആയിട്ട് കോൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കുക എന്നുള്ളതാണ്. അപ്പൊ എന്തായാലും താങ്ക് യു ഫർസാന ഫോർ ജോയിനിങ് ഫോർ ദിസ് സെഷൻ. നമ്മൾ കുറച്ച് നാളായിരുന്നു ഇങ്ങനെ വീഡിയോസ് ചെയ്തിട്ട്. ഫർസാനയ്ക്ക് എല്ലാവിധ ആശംസകളും. ഹാവ് എ ബ്രൈറ്റ് ഫ്യൂച്ചർ, നല്ലൊരു കരിയർ ഉണ്ടാവട്ടെ, ഫാമിലി എല്ലാം ഹാപ്പി ആയിട്ടിരിക്കട്ടെ. താങ്ക് യു ഫോർ ജോയിനിങ് അസ്. താങ്ക് യു സർ. താങ്ക് യു.